ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈദിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഐലൻഡിലെ ലേഡീസിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് ഫിഷിങ്ങിന് പോയിട്ടുള്ള എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐലൻഡിലെ ആണുങ്ങളെ ജെൻസിനെ ഫുള്ള് കുറേ ഗ്രൂപ്പായിട്ട് 3 ഗ്രൂപ്പല്ല, ഒരുപാട് ഗ്രൂപ്പുണ്ട് കേട്ടോ. ഒരു 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും തോന്നും. അപ്പം ആ ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കൃത്യം 9 മണി. അപ്പം ഇവിടെ നിന്നപ്പോൾ നബില സാർ വിളിച്ച് പറഞ്ഞു, വ്ലോഗ് എടുക്കണമെങ്കിൽ വേഗം വന്നോ, ബോട്ടുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃത്യം 9 മണി ആകുമ്പോഴത്തേക്ക് എല്ലാ ബോട്ടിലെ മീനുകളൊക്കെ നമ്മുടെ കരയിലോട്ട് എടുക്കും. അപ്പോൾ ആ സമയത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കൃത്യം 9 മണി ആയിട്ടുണ്ട്. അപ്പം ഞാനും ഗാബിബീസും സാന്തുമോളും എല്ലാവരും കൂടി ജെട്ടിലോട്ട് പോവുകയാണേ. ഇപ്പോൾ ഈദിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഐലൻഡിലൊക്കെ കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ജെട്ടിയിൽ എത്തിച്ചേർന്നു. അപ്പം ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എല്ലാ ആൾക്കാരും ഐലൻഡ് ഫുള്ളുണ്ട് അവിടെ. എല്ലാവരും എത്തിക്കഴിഞ്ഞു അവിടെ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓരോ ബോട്ട് വന്ന് ലൈനായിട്ട് നിൽപ്പുണ്ട് അവിടെ, ക്യൂ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും. അപ്പോൾ ഓരോ ബോട്ട് അതിൻ്റെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അവർ. യെല്ലോ ഫിൻ ട്യൂണ ഒരു ഗ്രൂപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്രോ ഫിഷിങ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഈ പേരുകളാണ് ഈ കാണുന്നത്. അപ്പം ഓരോ ബോട്ടുകാർ പിടിച്ച മീന് അവിടെ താഴെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് തട്ടിയിടുന്നത് എത്ര കിലോ എന്ന് വെയിറ്റ് നോക്കിയിട്ട് ഓരോ ബോട്ടുകാരും പിടിച്ച മീൻ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് താഴോട്ട് വെക്കും കേട്ടോ. ഇവിടുത്തെ നമ്മുടെ മാൽദീവ്സിലെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് യെല്ലോ ഫിൻ ട്യൂണയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ട്യൂണ ഉണ്ടല്ലോ, അത് ഒരു യെല്ലോ കളർ കാണും ആ ട്യൂണയിൽ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അത് കുറേ കറുപ്പൊക്കെ കുറവായിരിക്കും. നമ്മൾ നാട്ടിൽ കിട്ടുമ്പോഴൊക്കെ ചില ചൂരയ്ക്ക് കാണില്ലേ, അധികം കറുപ്പ് കാണില്ല. അങ്ങനെയുള്ള ട്യൂണയാണ് യെല്ലോ ഫിൻ. ഭയങ്കര ടേസ്റ്റാണ് ട്യൂണയ്ക്ക്. അപ്പോൾ അങ്ങനെ ഈ യെല്ലോ ഫിൻ ട്യൂണ നമ്മുടെ മാൽദീവ്സിൻ്റെ നാഷണൽ ആനിമലാണ്. മീൻ ആനിമലാണെന്നൊക്കെ ചിന്തിക്കും, പക്ഷേ ആനിമൽ യെല്ലോ ഫിൻ ട്യൂണ കേട്ടോ. അങ്ങനെ ആദ്യത്തെ ബോട്ട് വരികയാണ് കേട്ടോ. ആദ്യത്തെ ബോട്ട് വന്നിട്ട് അവർ അതിനകത്തുള്ള ഫിഷുകളെല്ലാം നമ്മൾ ആ കാണുന്ന ബക്കറ്റ് പോലെ സംഭവം ഉണ്ടല്ലോ, അതിലോട്ടെല്ലാം കളക്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ വെയ് മെഷീൻ ഇരിപ്പുണ്ട്. അവിടെ അവരെല്ലാം തൂക്കും, വെയിറ്റ് നോക്കും, എന്നിട്ട് മാറ്റി മാറ്റി വെക്കും. എന്നിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഏത് ഗ്രൂപ്പാണോ, കൂടുതൽ ഫിഷ് പിടിച്ചത് ഏത് ഗ്രൂപ്പിലാണോ അതിന് സമ്മാനമുണ്ട്. അവിടെ സമ്മാനം നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഗിഫ്റ്റുകളൊക്കെ, അത് കൊടുക്കും. പിന്നീട് ഇപ്രാവശ്യം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഫിഷിംഗ് വീഡിയോയ്ക്കകത്ത് ലേഡീസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ മീൻ പിടിച്ച ഗ്രൂപ്പിനുള്ള സമ്മാനം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ മീൻ കണ്ട് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് വലിയ മീൻ, 27 കിലോ 30 കിലോ ഉള്ളൊരു മീനാണേ. അതിൽ ഈ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ആദ്യത്തെ മീൻ വന്നിട്ട് അവർ വെയിറ്റ് നോക്കിയിട്ട് അവരുടെ ഗ്രൂപ്പിൻ്റെ ഏതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെക്കൊണ്ട്, ആ പേരിൻ്റെ താഴെക്കൊണ്ട് തട്ടുവേ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്രയും മീനുകളൊക്കെ കണ്ടോ. ഇതാ ഏറ്റവും വലിയ മീൻ ആ കാണുന്നത്. 27 കിലോ 30 കിലോ എങ്ങാണ്ടുണ്ട് ആ മീൻ തന്നെ. ആ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര വെയിറ്റാണ്. പക്ഷേ അത് കണ്ടിട്ട് കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. ആ മീൻ കണ്ടിട്ട് ആ വലുപ്പമേ ഉള്ളൂ, അതിൻ്റെ രീതി കണ്ടിട്ട് കഴിക്കാനുള്ള ഒരു തോന്നുന്നില്ല. അങ്ങനെ കുറേ മീനുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ ആ ബോട്ടുകാർ മാറി, ഇനി അടുത്ത ബോട്ടുകാർ വരും. വേണ്ട, അടുത്ത ബോട്ടുകാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്തുനിന്നുള്ള മീൻ എടുക്കുക, വെയിറ്റ് നോക്കുക, മീൻ എടുക്കുക, വെയിറ്റ് നോക്കുക. അങ്ങനെ ഇത് കാണാൻ വേണ്ടി എത്ര ആൾക്കാരാണെന്നറിയാമോ. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് ആൾക്കാർ. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ടൊക്കെ എടുത്ത വീഡിയോ ഇത്. പക്ഷേ അധികം ക്ലിയർ ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഈ ഐലൻഡിൽ വന്നപ്പം പഠിപ്പിച്ച പയ്യന്മാരൊക്കെയാണ് അത്. അപ്പോൾ ആണെങ്കിൽ ഇവിടെ പിന്നെ ആണെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ക്യാഷാണ് കിട്ടുന്നത്. പെർ വീക്ക് ഒരു 7,000 റുപ്പിയ ഇവിടുത്തെ, അതായത് 35,000 ഇന്ത്യൻ റുപ്പീസ് കിട്ടും അവർക്ക്. സുഖമുണ്ടല്ലോ അല്ലയോ. ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ കണക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയൊക്കെ. പിന്നെ എന്താണെങ്കിലും ഇവർക്ക് ജോലി കിട്ടും. നമ്മുടെ എന്താണെങ്കിൽ സ്കൂളിലാണെങ്കിലും പോലീസിൽ, അങ്ങനെ അധികം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പാടൊന്നുമില്ല ജോലി കിട്ടാനും എടുക്കാനും ഒക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആണെങ്കിൽ പഠിക്കാൻ പുറന്നോട്ടുള്ളവരാണെങ്കിൽ ഫിഷിങ്ങിന് പോവുക, നല്ല ക്യാഷ്. പിന്നെ റിസോർട്ട് ജോലിക്ക് നിൽക്കാം,
അങ്ങനെ ജോലിക്ക് ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല ലൈഫ് സ്റ്റൈലും ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മളുടെ ആണെങ്കിൽ എന്താ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിൻ്റെ പഠിത്തം, അതിനെ കെട്ടിക്കണം, അതിൻ്റെ വിദ്യാഭ്യാസം, അതിനൊക്കെ ഓർത്ത് എന്തെല്ലാം ചിലവുകളും കാര്യങ്ങളുമാണ്. ഇവിടെ പിന്നെ അങ്ങനെ ഒരു കാര്യമില്ല. ശ്രീധരൻ എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല ഇവിടെ നമ്മുടെ മാൽദീവ്സിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ പെണ്ണിൻ്റെ കല്യാണത്തിന് ഒരു റുഫിയ, നമ്മുടെ നാട്ടിൽ 5 രൂപയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് കല്യാണത്തിനൊക്കെ കൊടുക്കുന്നത്. അത് സ്ത്രീധനവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എഡ്യൂക്കേഷൻ ഫുള്ള് ഫ്രീയാണ്, ഗവൺമെൻറ്റിൻ്റെയാണ്. പിന്നെ പഠിക്കണോ പഠിക്കാത്ത അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളോ, ഭയങ്കര ഫ്രീ ലൈഫ്, അവർക്ക് എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇവിടെ ജനിച്ചൊരു ഭാഗ്യമുള്ളവർ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ടാലോ. നമ്മൾ എന്തെല്ലാം കാര്യത്തിലാണ് ടെൻഷൻ അടിക്കുന്നത്. ഇവരന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുക, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെൻഷൻ നമ്മൾ തന്നെ കുറേ വരുത്തി വെക്കുന്നതുമുണ്ട്. എന്തായാലും അടുത്ത ട്രിപ്പ് മീൻ വന്നിട്ടുണ്ട് കേട്ടോ, അവിടെ കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു ആ ബോട്ടുകാർ ആദ്യമായിട്ട് ബാസ്ക്കറ്റ് നിറഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ഒരുപാട്. അപ്പം അടുത്ത ട്രിപ്പ് തട്ടിയിടുവാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. സാധാരണ എൻ്റെ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം 3 മിനിറ്റ് 4 മിനിറ്റേ ഉള്ളേ. ഈ പ്രാവശ്യം ഞാൻ നോക്കുമ്പോൾ കാണാം, എഡിറ്റ് ചെയ്തെല്ലാം വന്നപ്പം കാണാം വോയിസ് ഓവർ കൊടുക്കാൻ നേരത്താണ് ഞാൻ നോക്കുന്നത് 10 മിനിറ്റ് 35 സെക്കൻഡും ഉണ്ട്. അത്രയ്ക്ക് വലിയ ഇത് കണ്ടോ, ഇതാ ഓരോ ബോട്ടുകാരും പിടിച്ച മീനുകളാണ് കേട്ടോ. ആ പേരിന് തൊട്ട് താഴെയായിട്ട് അവർ കൊണ്ടിട്ടേക്കുക. അതൊക്കെ പേര് നോക്കിയിട്ട് വെച്ചേക്കുവാണേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ലാസ്റ്റ് അവർ ഏറ്റവും ഈ സമയത്ത് തന്നെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് എത്ര കിലോ ആണ് അവർ വിളിച്ചത്, നമുക്കതിന് അറിയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ദിവേഹിയിലാണ് പറയുന്നതുകൊണ്ട് അത്രയും നമുക്ക് മനസ്സിലാവുന്നില്ല എത്ര കിലോ ആണെന്നൊന്നും. പിന്നെ അവിടെ നിൽക്കുന്ന ലോക്കൽ ആൾക്കാരോട് നമ്മൾ ചോദിക്കും എത്ര കിലോ എന്നാണ് പറഞ്ഞതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചും കണ്ടു മനസ്സിലാക്കിയതാണ് ഞാൻ ആ വലിയ മീനിൻ്റെ വെയിറ്റ് കേട്ടോ. 27 കിലോ ആണെന്ന് തോന്നുന്നു ആ വെയിറ്റ്. പിന്നെ അടുത്ത ബ്രോ ഫിഷിംഗ് ആണെന്ന് തോന്നുന്നു. ആ ഗ്രൂപ്പുകാർ കൊണ്ടുവന്ന മീനാണ് അങ്ങോട്ട് തട്ടിയിടുന്നത്. എന്തെല്ലാം വെറൈറ്റി മീനുകളാണെന്നറിയോ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ വട്ടത്തെ ഫിഷിംഗ് മീഡിയക്ക് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രീസറിൽ നിറയെ മീനായതുകൊണ്ട് ഞാനിവിടെ അധികം വെയിറ്റ് ചെയ്തില്ല, നേരെ വീട്ടിലോട്ട് പോയി. എൻ്റെ കൈ ഒരുപാട് മീനുണ്ടായിരുന്നേ. കണ്ടോ ആ കിടക്കുന്ന മീൻ കണ്ടോ, ഏറ്റവും വലിയ മീനാണ്. അമ്മോ കണ്ടോ, കൂടെ പല കുഞ്ഞു മീനുകളുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള മീനുകളാണ് കേട്ടോ. ആ വലിയ മീൻ എനിക്ക് അത്ര ടേസ്റ്റുള്ളതായിട്ട് തോന്നുന്നില്ല, എനിക്ക് കണ്ടിട്ട് കഴിക്കാനേ തോന്നുന്നില്ല. എൻ്റെ പിടയ്ക്കുന്ന മീനൊക്കെ താഴോട്ട് ചാടിപ്പോകുന്നല്ല, ഫ്രഷായിട്ട് കൊണ്ടുവരുമല്ലേ എല്ലാം. നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഇനി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പ്രോഗ്രാം വരുമ്പോൾ ആരും അങ്ങനെ മാറി നിൽക്കാറില്ല, എല്ലാത്തിനും എല്ലാവരും ഉണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഈദിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ വടംവലിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാനൊക്കെ പങ്കെടുത്തു. അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അടുത്ത മീൻ വന്നിട്ടുണ്ട്, അവർ തട്ടിയിടുകയാണേ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് പിടിച്ചത് എനിക്കൊന്ന് 14 കിലോ ആണെന്ന് തോന്നുന്നു ഒരു ഗ്രൂപ്പ്. ബാക്കി എല്ലാവരും 15, 30, 35. ഇതിനകത്ത് ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പ് പിടിച്ച മീനിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 64 കിലോയാണ്. ആ വലിയ മീൻ ഇരുന്നില്ലേ, ആ വലിയ മീൻ ഇരുന്നത് 62 കിലോയും ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പിന് 64 കിലോയും ഉള്ള മീനുകളാണ് കിട്ടിയത്. അങ്ങനെ ഈ ഐലൻഡിലെ ഏകദേശം പ്രോഗ്രാം ഈദിൻ്റെ പരിപാടിയൊക്കെ കഴിയാറായി. അങ്ങനെ നമുക്ക് പിറ്റേന്ന് നാളെ ഞങ്ങൾക്ക് ഇതേപോലെ ഇതെല്ലാം കൂടെ വെച്ച് ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്. ഐലൻഡ് ഫുൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടെന്നൊക്കെ ഒരു അറിവ് കേട്ട്, പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ അവിടെ കാണുമല്ലോ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും വന്നു. അപ്പോൾ അവരുടെ മീനുകളെല്ലാം ഇരിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ അനൗൺസ് ചെയ്തു. എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞ് വന്ന് കുറച്ച് ബോട്ടുകാരുടെ അത് ഡിസ്ക്വാളിഫൈ ആയിപ്പോയെന്ന് തോന്നുന്നു. കാരണം കറക്റ്റ് 9 മണിക്ക് തന്നെ ബോട്ട് വരണമെന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രൂപ്പുകാരുടെയൊക്കെ മാറ്റി. പിന്നീട് വേറെ ഗ്രൂപ്പിൽ ഇതുപോലെ വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്രൂപ്പിൽ ഏത് മീനാണ് ഏറ്റവും വലിയ വെയിറ്റ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുവാണേ. അപ്പോൾ 2 മീനുണ്ട് ഏകദേശം വലിയ വലിപ്പത്തിലുള്ളത്. ഞാൻ കാണിച്ചു തന്നില്ലേ ആദ്യം, ആ മീനാണ് ഏറ്റവും വലിപ്പമുള്ളത്. പിന്നെ അടുത്തുള്ളത് ഒരെണ്ണം 27, ഒരെണ്ണം 14 കിലോയാണ്. അപ്പം കണ്ടാലേ മനസ്സിലാവും അടുത്ത മീനാണ് ഈ കാണിക്കുന്നതാണ് രണ്ടാമതുള്ള മീൻ. അതെന്താ 15-16 കിലോ ആണെന്ന് തോന്നുന്നു. മറ്റേത് 27 കിലോ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് കരുതി. ഭയങ്കര ക്ഷീണമായിരുന്നു, ഇന്ന് ഫുള്ള്
കാര്യങ്ങൾ ബിസിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. അതുകൂടാതെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഇതുണ്ടാകത്തുള്ളൂ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട്. അപ്പം കാണുന്നവരേക്കും ബൈ, സി യു.